അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്താ മോളെ, പെരുന്നാൾക്ക് ഡ്രസ് എടുക്കാൻ പോകുന്നു. അതന്നെ, എന്താ ഹാപ്പി. ഓക്കെ, അപ്പൊ നമ്മള് പെരുന്നാളിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. റാഷും സേബിയും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അല്ലേ, ഓര് വേറെ എടുക്കുന്നത്, നമ്മള് വേറെ എടുക്കുന്നത് അല്ലേ, അങ്ങനല്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതെ, അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് 2 ദിവസമായില്ലേ, 2 ദിവസമായി നമ്മള് മറ്റെന്താ പറയാ ഡ്രസ് എടുക്കാൻ ഇറങ്ങിയിട്ട്. ചിലതൊന്നും ചില ആൾക്ക് പറ്റുന്നില്ല അല്ലേ, കാറ്റത്ത് എനിക്കോ എനിക്കെന്താ പറ്റാത്ത ചില ആൾക്കാർക്ക് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്താ പറയാ റാഷു സേബിയൊക്കെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അങ്ങനെ നമ്മളൊരു പുതിയൊരു യുദ്ധഭൂമിയിൽ പുതിയൊരു ബട്ടൺ വന്നിരിക്കുകയാണ്. അഷ്ഫക്ക് വേറൊരു കോമഡി ഉണ്ട്. നമ്മുടെ ഞാൻ അല്ലെ ഫൗണ്ട് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോന്റെ അടിയില് ഓൾ കണക്കിന് കൊടുത്തു. പെട്ടെന്ന് ഇന്നൊരു കോൾ ഇട്ടോ, പക്ഷെ നിന്റെ വീഡിയോന്റെ കമന്റില് ഞാനൊരു നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടല്ലേ. ഞാൻ ഇതിനെക്കുറിച്ച് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. പക്ഷെ ഈ ചില ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും. പക്ഷെ അത് ലൈക്ക് യുവർ ഫ്രണ്ട്ഷിപ്പ്. എടാ, നമുക്കിന്നൊരു വെറൈറ്റിക്ക് ഇപ്രാവശ്യം നമുക്ക് ടീഷർട്ടും കാർഗോ ആക്കിയാലോ? ആയിരിക്കില്ലേ? ഞങ്ങൾ രണ്ടാളും അതാക്കാൻ പോവാ. ടീഷർട്ട് അല്ല, എനിക്ക് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ആരാ പറഞ്ഞത് ഇതാക്കുന്നത്? നീയാണ് പറഞ്ഞത്. പക്ഷെ അശ്വക്ക് അങ്ങനെ ഒരു കിംവദന്തി ഉണ്ട്. നോക്കി അതല്ല, പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ മറിയ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് ഭാര്യ വീട്ടിലൊക്കെ വരാനുള്ളതാണ്, ബക്രീദാണ്. അപ്പൊ അതുകൊണ്ട് ടീഷർട്ട് ഇട്ട കുഴപ്പമില്ലല്ലോ. ഷർട്ടൊക്കെ ഇട്ട് വരണമെന്നൊന്നുമില്ലല്ലോ അല്ലേ? റോ ഇത് 2 അവനും 3 അഷ്ഫക്കും കയറിയിട്ടുണ്ട്. ഫ്രീ അപ്ലൈ അല്ല, കേറാൻ പറ്റില്ല. പാന്റ് അത് രസമുണ്ടോ? ഷർട്ട് അടിപൊളി, നല്ല രസമുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ ഗോവയില് പോവാ. പെരുന്നാളാണോ ഗോവയാണോ? എന്താ ഇത് രണ്ടും എത്ര എടുത്തു? 2 അയ്യോ 3 എണ്ണം. 3 ഔട്ട്ഫിറ്റ് എടുത്തു. അപ്പൊ ഞാനും 3 എണ്ണം എടുക്കും. എപ്പോഴും പറ്റിക്കാറാ, ഈ പ്രാവശ്യം അങ്ങനെ ഞാൻ അല്ല നീ മാറ്റും. മറിയത്താത്ത നോക്കുകയാണോ, എടുക്കുകയാണോ? ഇത് ഞാൻ എന്റെ പർച്ചേസ് കഴിഞ്ഞിട്ടോ. ഇനി മറിയേണ്ടതാ ഭയങ്കര ടൈം എടുക്കാം. നമ്മളതും കഴിഞ്ഞില്ലേ. അഷ്ഫക്കത്തെ സാധനമൊക്കെ ഏറ്റവും സെറ്റ് ആയിട്ടുണ്ട്. മറിയത്തിന്റെ ആണ് ഒരു ടൈം. എന്തായി ഇതൊക്കെയാണ്. അത് കുഴപ്പമില്ല. അതെങ്ങനെയുണ്ട്? അതിങ്ങനെ അതിന്റെ മുകളിൽ കൂടെ ഇടാൻ പറ്റും? അന്ന് ട്രെയിന് അടിച്ചു നോക്കിയേ. അപ്പൊ അങ്ങനെ നമ്മള് ഞാന് ഉമ്മ ഷെയ്ബ ഇപ്പയും കൂടിയാണ് ഡ്രസ്സ് എടുക്കാൻ പോണ്. റോഷനും സിംഗിങ് കൂടിയാണ് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ്? എന്താ പറഞ്ഞ ഉമ്മ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 5000 കുറഞ്ഞിട്ടുള്ള സാരി എടുക്കലില്ല. എന്നാ പിന്നെ ഇവിടെ ഇരുന്നോളി. ഇപ്പ ഏതായാലും മതി എന്നാ പോരെ. ഉമ്മ ഇവിടെ ഇരുന്നോട്ടാ. എന്താണ് ആണോ? പച്ചക്ക് ഇതാ നമ്മൾ ഇപ്രാവശ്യം കളറാക്കിയിട്ടുണ്ടല്ലേപ്പാ. ഇടയ്ക്ക് നോക്കട്ടെ. പച്ചക്ക് ഇപ്രാവശ്യം നമ്മൾ കളറാണ്. കളറും ഉണ്ടാക്കിയല്ലോ. ആയിക്കോട്ടെ, എല്ലാ പ്രാവശ്യം വൈറ്റ് അല്ലേ? കളറും ഉണ്ടാക്കാം. നിങ്ങളെ കാര്യം നോക്കി വന്നിട്ടോ. അങ്ങനല്ല, കുറച്ച് ഇട്ടാലൊരു രസം വേണം. ഡാർക്കും വൈറ്റ് നിങ്ങൾ നോക്കണ്ട. അടുത്ത പെരുന്നാൾ ഉണ്ടാവുമോന്ന് അറിയില്ല. എന്നിട്ടാണ് ഈ ഡാർക്കും വൈറ്റ് നോക്കണെന്തിനാ നിങ്ങള്? നിങ്ങൾ കളർമലാണ്. നിങ്ങൾ പോയിക്കോളി.
നിങ്ങളെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് കുട്ടികൾ കളിക്കുന്ന സ്ഥലമുണ്ട് താഴത്ത്, അവിടെ പോയിക്കോളി നിങ്ങൾ. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളുടെ ടൈം കഴിഞ്ഞു. അല്ലേ സൈബ? സൈബക്ക് ഏതാ ഇതിൽ ഇഷ്ടപ്പെട്ട്? ഏതാ ഇതോ? ഇതൊന്നും ഇട്ട് നോക്കിയല്ലോ സൈബ നമുക്ക്? ഇത് രണ്ടും ഇട്ട് നോക്കിയാലോ? ഇതിട്ടോ? ഇത് രണ്ടും നമ്മൾ ഫിറ്റ് ചെയ്ത് നോക്കാം. അനക്ക് ഏതാ വേണ്ടി? ഏത്? ഇതോ? അത് വേണ്ട. ഏത് ചേട്ടമ്മ? എനിക്ക് അറിഞ്ഞൂടാ, ഏതോ ഡയലോഗാണ്. നിങ്ങളെന്താ പറഞ്ഞേ? നിങ്ങളെന്താ കേട്ടെ? പാപ്പിച്ചേട്ടൻ കാണിക്കുന്നു. സൈബ എങ്ങനെയുണ്ട്? സൈബിന്റെ ഡ്രസ് എങ്ങനെയുണ്ട് കേട്ടോ? അടിയത്തെ ഇല്ല, ഈ മുകളിലത്തെ മാത്രമല്ല സൈബ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ആർക്കൊക്കെ കയറാം സൈബ? അതെ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടോ. ഇതില് വേറെ എന്തെങ്കിലും നോക്കിയാ മതി. ഇതെങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? പാന്റ് ഒക്കെ കുറവുണ്ടോ? ഇല്ല, അത് ട്രെൻഡാണ് അങ്ങനെ നിൽക്കുന്നത് സൈബ. ഒന്ന് അതൊന്നും ആക്കിയ സൈബ. മുടിയാക്കി നോക്കി, മുടിയാക്കി നോക്കി. ഇത് സൈബ തന്നെ വെട്ടിയതാട്ടോ. ഇത് ഞങ്ങൾക്ക് കാട്ടിന്റെ അടിയിൽ ഇതിന്റെ ബാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ടല്ലേ സൈബ? കൊയങ്ങി. നമ്മൾ ഒരുപാട് ഡ്രസ് എടുത്തിട്ടുണ്ട് കേട്ടോ, കൊറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത അല്ല, നിങ്ങൾക്ക് നിങ്ങൾക്ക് 5000 താഴെ പറ്റുള്ളൂ പറഞ്ഞിട്ട്, അല്ല 5000 മുകളിൽ പറ്റുള്ളൂ പറഞ്ഞിട്ട്. പിന്നെ ഒരു പൂജ്യത്തിന്റെ കുറവ് അല്ല, ഒരു പൂജ്യത്തിന്റെ കുറവല്ലേ? 5000 ഒരു പൂജ്യത്തിന്റെ കുറവല്ല. നിങ്ങളാണ് മാറിക്ക്. അങ്ങനെ നമ്മളെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് മയ അരിക്കൂടെ അഷ്ഫക്ക് നമുക്കൊരു ചായ മേടിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒലക്ക അഷ്ഫക്കിന്റെ സ്ഥലത്തിന്റെ അത് ഫുള്ള് എടുക്കല്ലോ, അതിൽ എന്റെ സാധനം ഉണ്ട്. ഇത് അഷ്ഫക്കിന്റെ ഷർട്ട് ഇട്ടോ. അഷ്ഫക്ക് എന്റെ ഇതിന്റെ പെരുന്നാളിന്റെ ഷർട്ടാണ്. അഷ്ഫക്ക് 3 എടുത്തേക്കണ്. ഷെഡ് ഇട്ടിട്ടാണ് ഈ നടക്കുന്നത്. അഷ്ഫക്ക ഇത് ഇട്ടോ, ഇനി കട്ട് ചെയ്യാൻ പറയരുതട്ടാ. BP അഷ്ഫക്ക ഇനി അഷ്ഫക്കിനെ കണ്ട് ഇഷ്ടാവുന്ന സിംഗിളായ പയ്യനാണ്. അഷ്ഫക്കിനെ കണ്ട് ഇഷ്ടാവുന്ന കുട്ടികള് എല്ലാരും ഇല്ലേ? അഷ്ഫക് ബിൻ, അതെ ഇൻസ്റ്റാഗ്രാമിൽ അഷ്ഫക് ബിൻ നാസർ. ആ ചിരി നോക്കിയ, ആ ചിരി ഒലക്ക. ഞാൻ ഇടും, മെസ്സേജ് വന്നിട്ടോ പറയണേ. അപ്പൊ ശരിടാ. അങ്ങനെ നമ്മളെ അഷ്ഫക്കിന്റെ ഫ്ലാറ്റിന്റെ അടുത്ത് എത്തി. അയ്യോ വണ്ടി മോളെ മുന്നിലേക്ക് പോവാൻ മുത്തേ, ഇങ്ങനെ ചാടി കയറുക. വീട്ടിലേക്ക് പോണം, എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെരുന്നാത്തലേന്നല്ലോ അല്ലേ? റാഷിന് സൈബിനും ഒക്കെ നോക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റാഷി സൈബിന്റെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഓരോരുത്തേക്ക് നേരെ പോയാലോ? ഇടില്ലേ? നമ്മുടെ ഹൈവേന്റെ പരിപാടി പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് നോക്ക്. അല്ലേ എന്ത് സുഖമായിട്ട് ഇത് നേരെ കൊച്ചി വരെന്ന് അറിയുമ്പോ ആലോചിച്ച് നോക്കിയ. സ്കൈയോ? ഒരു കാര്യം പറയുമ്പോ ഈ സാധനം ഇതേ പിടുത്തം പിടിച്ചിട്ട് നേരെ കൊച്ചിക്കൊക്കെ എത്തേണ്ട അവസ്ഥ ആലോചിക്കുക. 2-3 മണിക്കൂറിനുള്ളിൽ ബും കൊച്ചി. അത് രാത്രിയാണെങ്കിൽ അതിലും നേരത്തെ. നമ്മള് വീട്ടിലെത്തിയിരിക്കുകയാണ്. എത്തി ഇപ്പണ്ട്. ഞാന് എന്താ പറയാ, ഇന്നലെ വീട്ടിൽ കേറിയിട്ടില്ല. അപ്പൊ അതിന്റെ ഇതിലല്ലേ ഡ്രസ് എടുത്താ? എവിടെ ഇതെന്താ എനിക്ക് പനിയുണ്ടാ? സൈബന്റെ മൈലാഞ്ചി നോക്കി നിങ്ങള്. നോക്കട്ടെ, അടിപൊളി, നല്ല രസമുണ്ട്. ഇനി എവിടെ ഇടാ? ഒക്കെ നമ്മളെ നാളത്തെ വീഡിയോയില് ഉണ്ടാവൂലേ ഫുള്ള് സാധനങ്ങള് അല്ലേ സൈബമ്മള്? എന്താ അങ്ങനെ ചോദിക്കണേ? എന്താ അങ്ങനെ? കഴിഞ്ഞ പെരുന്നാളിന് കഴിഞ്ഞിട്ട് തന്നില്ലേ? അത് കഴിഞ്ഞിട്ട് കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് തന്ന് അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇതപ്പൊ കൊണ്ടുവരും. സൈബാ ഇത് ചെരുപ്പ്. ഇത് വൈറ്റ് എനിക്ക് മുമ്പ് ഇല്ലായിരുന്ന സൈബ? അങ്ങനത്തെ ടൈപ്പ് അല്ലേ? പെരുന്നാളിന് ഇടുമ്പോ നിങ്ങള് കണ്ടാ മതില്ലേ? എത്ര ഡ്രസ് ആയിരുന്നു നിങ്ങക്ക്? 4 4 ഡ്രസ്സാ?
ഈ എനിക്കൊന്ന് എടുത്തിക്കണ എന്തെങ്കിലും ഈ എനിക്ക് എടുത്തന്ന ഈ എനിക്ക് എടുത്താ എല്ലാ പ്രാവശ്യം ഞാൻ എടുത്തല്ലേ ഇപ്രാവശ്യം എനിക്ക് എടുത്തന്നൂടെ എടുത്താ അല്ല സൈബുമ്പോൾ അങ്ങനല്ലേ വേണ്ടേ അല്ലേ അങ്ങനല്ലേ വേണ്ടത് ഇപ്രാവശ്യം എനിക്ക് എടുത്തല്ലേ വേണ്ടേ ആ അത് നല്ലൊരു തീരുമാനമാണ് അത് നല്ലൊരു സംഭവം അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓ സോറി ഇനി നമ്മുടെ ബക്രീദിന്റെ വീഡിയോ ആണ് അപ്പൊ ഫാമിലിയുടെ അടുത്ത് പോണതും കാര്യങ്ങളും വിശേഷങ്ങളും ഫുഡും കാര്യം ഒക്കെ ആയിട്ട് നല്ല കിടിലൻ വീഡിയോ നാളെ വരുന്നതാണ് അല്ലേ സേപ്പുമ്പോള എനിക്ക് ഭാര്യ വീട്ടിലും പോണം എന്റെ വീട്ടിലും പോണം എല്ലായിടത്തും പോണം അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡില് അല്ലെ നമ്മുടെ ബക്രീദ് എപ്പിസോഡിൽ കാണാൻ ബൈ ബൈ